സഹോദരന്മാരെ, നമ്മുടെ ഈ അസ്മാഉൽ ഹുസ്ന എന്ന ഈ മജ്ലിസ് ഓരോ അറബ് മാസത്തിൻ്റെയും രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിൽ നമ്മൾ ആരംഭിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഈ അടുത്ത മുഹറമിൽ അതിൻ്റെ വാർഷികം പൂർത്തിയാവുകയാണ്. അതേപോലെ അതിൻ്റെയും 3 വർഷം മുൻപ് നമ്മൾ ആരംഭിച്ചതാണ് മാസാന്തം ഈ പള്ളി തുടങ്ങുന്നതിന് മുൻപേ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് മദ്രസയിൽ നമ്മൾ ആരംഭിച്ച സദസ്സാണ് മജ്ലിസുൽ അഹിബ എന്ന് പറയുന്ന നമ്മുടെ മജ്ലിസ്. ഈ മജ്ലിസിന് 4 വർഷം ഈ മുഹറമിൽ തികയുകയാണ്. അതിൻ്റെ 4ാം വാർഷികവും ഇതിൻ്റെ 1ാം വാർഷികവും ഒന്നിച്ച് അടുത്ത നമ്മുടെ മജ്ലിസിൻ്റെ ദിവസം, അതായത് ജൂലൈ 20-ാം തീയതി, അതായത് ഈ ഞായറാഴ്ചയല്ല, പിറ്റത്തെ ഞായറാഴ്ച നമ്മൾ ഇൻഷാ അല്ലാഹ് നടത്തുന്നുണ്ട് പതിവ് പോലെ. പ്രത്യേകമായും ഈ മജ്ലിസിൽ നമ്മൾ സംബന്ധിക്കുന്നതും നമ്മൾ നടത്തുന്നതുമായ ദിക്റും അതിൻ്റെ മഹത്വവുമൊക്കെ നാം എപ്പോഴും ഉൾക്കൊള്ളേണ്ടതാണ്. ചില സമയത്തായി ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിവരിച്ചിട്ടുണ്ട്. ചിലതൊക്കെ നമ്മൾ ഒറ്റയടിക്ക് ഒരു പ്രസംഗത്തിലോ മറ്റോ പറയാനും പറ്റാത്തതാണ്. ധാരാളം മഹത്വങ്ങൾ, ധാരാളം ബഹുമതികൾ നമ്മുടെ ഈ മജ്ലിസ് നടത്തുന്ന ഈ ദിക്റിനുണ്ട്. ഞാൻ പിറക്കുന്നതിൻ്റെ 2 വർഷം മുൻപ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുതുബി അവർ രചിച്ചിട്ടുള്ള, അവർ ക്രോഡീകരിച്ചിട്ടുള്ള റാത്തീബാണ് ഈ റാത്തീബ്. ഇപ്പം ഇതിന് അറബ് കണക്കിന് 70 കൊല്ലമായി ബഹുമാനപ്പെട്ടവർ ഇത് പൊതുവായി സമർപ്പിച്ചിട്ടുണ്ട്. അതാണിപ്പോൾ നമ്മൾ ഹയാത്താക്കി വരുന്നത്. അനേകം സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ടവരുടെ ഹയാത്ത് കാലത്ത് ഉണ്ടായിരുന്നു. പലതുമൊക്കെ നിലച്ചുപോയി. പതിവായി കൊണ്ടുവരുന്ന ഒറ്റപ്പെട്ട ആളുകൾ ധാരാളം ഇപ്പോഴുമുണ്ട്. അവരുടെ മുഹബ്ബീങ്ങളും ഇഷ്ടക്കാരും ശിഷ്യന്മാരും ശിഷ്യന്മാരുമായി ധാരാളം പേർ ഇത് ഒറ്റക്ക് നിർവഹിച്ചു വരുന്നവരുണ്ട്. ഒരു ദിവസം തന്നെ ചെല്ലിയാലും ഏതാണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട്, ഇതിപ്പോൾ ചൊല്ലിയിട്ടാണ് നമ്മൾ 7 കൈ പിടിച്ച് ഒരു അരമണിക്കൂർ കൊണ്ട് ചൊല്ലി തീർക്കാവുന്ന ദിക്റുകളെ ഇതിലുള്ളൂ. ഇതിലാണെങ്കിൽ അള്ളാഹുവിൻ്റെ അസ്മാഉകൾ, പരിശുദ്ധ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള എല്ലാ അസ്മാഉകളും, ഇത് അല്ലാഹു തആല പ്രത്യേകം നമ്മെ അറിയിച്ചുകൊണ്ട് അള്ളാഹു ഇറക്കിയിട്ടുള്ളതാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. ഇസ്രാ സൂറത്തിൻ്റെ അവസാനത്തിൽ കാണും, അള്ളാഹുവിനുള്ളത് അതിമുന്തിയ നാമങ്ങളാണ്, ഏറ്റവും മുന്തിയ നാമങ്ങൾ. ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും അള്ളാഹുവിനെ വിളിക്കുകയും എന്ന് അള്ളാഹു തആല നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ആയത്തിൽ. ഈ അസ്മാഉൽ ഹുസ്ന കൊണ്ട് വിളിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ചാൽ എല്ലാവരുടെയും ഓരോരുത്തരുടെയും കാര്യങ്ങൾ എല്ലാവർക്കും ഏറ്റു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെക്കാൻ കഴിയില്ല. ഇത് നമ്മൾ ദുആ ചെയ്യുമ്പോഴും പറയുമ്പോഴുമൊക്കെ ദിക്റുകൾ ചൊല്ലുമ്പോഴുമൊക്കെ അവനവൻ്റെ ഉദ്ദേശങ്ങളും അവനവൻ്റെ പ്രയാസങ്ങളും അവനവൻ്റെ ബുദ്ധിമുട്ടുകളും അവനവൻ്റെ ഷെറുകളും അവനവൻ്റെ ബലാ മുസീബത്തുകളും അവനവന് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രതിസന്ധികളും യഥക്കേടുകളും ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമൊക്കെ അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് പ്രത്യേകമായി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അത് ഫലപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലും അഭിപ്രായ വ്യത്യാസം വേണ്ട. കാരണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അള്ളാഹു തആല ഇറക്കി തന്നതാണ് അസ്മാഉൽ ഹുസ്ന. ആ അസ്മാഉൽ ഹുസ്ന ഇന്നതാണെന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നായി ഒരു ഹദീസിൽ വിവരിച്ചുകൊണ്ടുള്ള ഹദീസ് ഇമാം തുർമുദിയും മറ്റുമൊക്കെ വളരെ പ്രസിദ്ധമായ സനദ് കൊണ്ട് നിവേദനം ചെയ്തിട്ടുള്ള അസ്മാകളാണിത്. മാത്രമല്ല ഇതിലെ ഓരോ അസ്മാവിനും, സാധാരണ അസ്മാഉൽ ഹുസ്ന എന്ന് പറയുമ്പോൾ 99 ഇസ്മുകളിൽ ചിലത് അള്ളാഹുവിൻ്റെ ജമാലിൻ്റെ, സൗന്ദര്യത്തിൻ്റെ വസ്തുക്കൾ, ചിലത് അള്ളാഹു തആലാന്റെ ജലാലിൻ്റെ, മഹത്വത്തിൻ്റെ ഇസ്മുകൾ എന്നിങ്ങനെയാണ് ഇമാമുകളും പണ്ഡിതന്മാരും ഒക്കെ പഠിപ്പിക്കാറുള്ളത്. അങ്ങനെ ജലാലിൻ്റെ ഇസ്മുകളായിട്ട് ചിലതും ജമാലിൻ്റെ ഇസ്മുകളായിട്ട് ചിലതും മഹാനായ ഖുതുബി അവരുടെ മഅരിഫത്തിൻ്റെയും അവരുടെ ജ്ഞാനത്തിൻ്റെയും ഏറ്റവും വലിയ തെളിവാണ് ഈ 99 ഇസ്മുകളിലും അള്ളാഹുവിൻ്റെ ജലാലും അള്ളാഹുവിൻ്റെ ജമാലും അള്ളാഹുവിൻ്റെ സൗന്ദര്യവും അള്ളാഹുവിൻ്റെ മഹത്വവും. എല്ലാ ജലാലുഹു വ ജമാലു, അള്ളാഹുവിൻ്റെ സൗന്ദര്യത്തിനെന്തു മഹത്വം, അള്ളാഹു തആലാന്റെ മഹത്വത്തിനെന്തു മഹത്വം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ ഇസ്മു ചൊല്ലുമ്പോഴും. പിന്നീട് ഇതിൽ കൊണ്ടുവന്ന ദിക്റുകൾ ഓരോന്നും വളരെ ബലപ്പെട്ട രീതിയിൽ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതും 5 വഖത്ത് നിസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ ചൊല്ലേണ്ട ദിക്റുകളാണ്. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ചൊല്ലുന്ന ദിക്റുകളൊക്കെ ഹദീസിൽ സ്ഥിരപ്പെട്ടത്. അത് കൃത്യമായി
നമ്മൾ ചൊല്ലിപ്പടിച്ച് ശീലിച്ച രീതിയിലല്ലാതെ ഹദീസിൽ സ്ഥിരപ്പെട്ട രീതിയിൽ ബലപ്പെട്ട രീതിയിൽ നിന്ന് അതിൻ്റെ ക്രമം പോലും ആ രീതിയിൽ പാലിക്കണമെന്ന ശരിയായ കാർക്കശ്യത്തോടെയാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖുതുബി അവർകൾ ഇതിനെ രചിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് സുബ്ഹാനല്ലാഹ് 33 വട്ടം ചൊല്ലിയത് നമ്മുടെ നിസ്കാരത്തിൻ്റെ ദിക്റാ. നിസ്കാരത്തിൻ്റെ ആ 33 വട്ടത്തിൻ്റെ മുമ്പ് ചൊല്ലേണ്ട ദിക്റാണ് ഇതിൽ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്ർ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട ദിക്റാണ് ഫാത്തിഹ സൂറത്ത്, അലിഫ് ലാം മീം, ആമനർ റസൂലു തുടങ്ങിയിട്ട് ഇതിൽ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, 5 വഖത്ത് നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതാണ്. അത് നമ്മുടെ മനസ്സിൽ പാഠമാകാനും നിത്യേന നമ്മൾ കൊണ്ടുവരാനും എല്ലാ വഖത്തിലും നമ്മൾ ചെയ്യാനും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ റാത്തീബിൽ ബഹുമാനപ്പെട്ടവർ പ്രത്യേകം അത് ചേർത്തതും ഇത് അച്ചടിച്ച് വിതരണം ചെയ്തുകൊണ്ട് എല്ലാവർക്കും എത്തിച്ചതൊക്കെ. ആ നിലക്ക് പഠിക്കുന്നവരൊക്കെ അതങ്ങനെ തന്നെ ചൊല്ലി വരുന്നവരുണ്ട്. നമ്മൾ കേട്ട് പഠിച്ചതൊക്കെ എങ്ങനെയാ വെച്ചാൽ പലരും പല വിധത്തിലാ ചെല്ലുക. ഇതിൻ്റെ ക്രമമാണ് ശരിക്കതിൻ്റെ ക്രമം എന്നാണ് ബഹുമാനപ്പെട്ടവർ അറിയിക്കുന്നത്. അത്ര മഹത്വപ്പെട്ട ദിക്റുകളും അത്ര മഹത്വപ്പെട്ട വിറുതുകളും അത്ര മഹത്വപ്പെട്ട ഇസ്മുകളും സിഫാത്തുകളുമാണ് ബഹുമാനപ്പെട്ടവർ ക്രോഡീകരിച്ചത്. അതാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം കബൂലാക്കുമാറാവട്ടെ. പറ്റുന്നവരൊക്കെ ഒറ്റയ്ക്ക് ചെല്ലാൻ പറ്റുന്നവരുണ്ട്, ഒറ്റയ്ക്ക് ഇത് ചെല്ലാം. അതല്ലെങ്കിലും എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്ന ഓരോന്നിൻ്റെയും മഹത്വവും ഓരോന്നിൻ്റെയും ബഹുമതിയും നമ്മുടെ മനസ്സിൽ നിന്ന് പലപ്പോഴും ഇല്ലാതെയാവും. നമ്മളിപ്പോൾ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ നമുക്ക് ഫാത്തിഹ സൂറത്തിൻ്റെ വലുപ്പമൊന്നും അതിരില്ല, എപ്പോഴും ഇതുകൊണ്ട്. അപ്പം അങ്ങനെ ചൊല്ലേണ്ടതില്ലെങ്കിലും നമ്മളിപ്പോൾ നിശ്ചയിച്ചിവിടെ ചൊല്ലി വരുന്നത് മാസാന്തം 1 മാസാന്തം 1. ഇതിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധ വെക്കുകയും അത് ചൊല്ലുമ്പോൾ പ്രത്യേക ശ്രദ്ധയോടുകൂടെ അതിൻ്റെ എല്ലാ വചനങ്ങളിലും നമ്മൾ ഷെയർ ചെയ്യുകയും കൂടിച്ചേരുകയും എല്ലാവരും ഒന്നിച്ച് നമ്മളിത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പോലെ ചൊല്ലിക്കൊണ്ടിരിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാവട്ടെ. ഇതിൻ്റെ ബഹുമതികളും ഇത് നമ്മൾ നിശ്ചയിച്ചതിൻ്റെ പ്രത്യേകതകളുമൊക്കെ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ വേണ്ടപ്പെട്ടവർ സംസാരിക്കും. അതൊക്കെ നിങ്ങൾ കേൾക്കുകയും പ്രത്യേകം ഉൾക്കൊള്ളുകയും വേണമെന്ന് ഉണർത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.